അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ വബഅദ്. സഹോദരങ്ങളെ, ഒരു നല്ല നേതാവ് നല്ല വായനാ ശീലമുള്ള വ്യക്തിയായിരിക്കണം. ഈ ആശയമാണ് ഞാൻ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നെപ്പോളിയൻ ബോണപ്പാർട്ട് നമ്മളൊക്കെ കേട്ടിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായൊരു വാചകം, ഷോ മീ എ ഫാമിലി ഓഫ് റീഡേഴ്സ് ആൻഡ് ഐ വിൽ ഷോ യു ദ പീപ്പിൾ ഹു മൂവ് ദ വേൾഡ്. വായനാശീലമുള്ള ഒരു കുടുംബത്തെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ, എങ്കിൽ ലോകത്തെ ചലിപ്പിക്കാൻ കഴിവുള്ളവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന, ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നത് വായനയിലൂടെയാണ്, അറിവിലൂടെയാണ് എന്ന തത്വമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നെൽസൺ മണ്ടേല പറഞ്ഞ ഒരു വാചകം, എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് കഴിയാവുന്ന ആയുധമെന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ് എന്നാണ്, വിവരമാണ്, വിദ്യാഭ്യാസമാണ്. അങ്ങനെ വിവരവും വിദ്യാഭ്യാസവുമുള്ള വായനാശീലമുള്ള നേതൃത്വത്തിനാണ്, നേതാക്കൾക്കാണ് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നത്, അവർക്ക് ശരിയായ ദിശാബോധം നൽകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ മുൻ US പ്രസിഡൻ്റായിരുന്ന ഹാരി ട്രൂമൻ ആ വ്യക്തിത്വത്തെ മാറ്റി നിർത്തുക. പക്ഷേ അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാചകമുണ്ട്, പലരും കോട്ട് ചെയ്യാറുള്ളൊരു വാചകമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നോട്ട് ഓൾ റീഡേഴ്സ് ആർ ലീഡേഴ്സ് ബട്ട് ഓൾ ലീഡേഴ്സ് ആർ റീഡേഴ്സ്. എല്ലാ വായനക്കാരും നേതാക്കളല്ല, പക്ഷേ എല്ലാ നേതാക്കളും വായനക്കാരാണ്. എന്ന് പറഞ്ഞാൽ നേതൃത്വം നൽകുന്ന ആളുകൾ, ലീഡർമാർ, അവർ നല്ല വായനാശീലമുള്ള ആളുകളായിരിക്കണം, അവർക്കേ അതിന് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല വായനാശീലം വേണം നല്ല നേതാക്കൾക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവർക്കാണ് സമൂഹത്തിന് ശരിയായ നിലക്ക് ദിശാബോധം നൽകിക്കൊണ്ട് അവരെ നയിക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നുള്ള വലിയ ഒരു മുറവിളി സമൂഹത്തിൽ നമുക്ക് കാണാം. മാധ്യമങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ചാനലുകളിലൊക്കെ അദ്ദേഹത്തിനാണ് അവർ മുൻതൂക്കം നൽകുന്നത്. അതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ളൊരു രാഷ്ട്രീയ ചർച്ചയല്ല. VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ പൊതുവേ മാധ്യമങ്ങൾ പോലും, ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് എ ബുക്ക് വേം പൊളിറ്റീഷ്യൻ എന്നാണ്. അഥവാ പുസ്തകപ്പുഴുവായ ഒരു രാഷ്ട്രീയക്കാരനാണ് VD സതീശൻ എന്നാണ്. അദ്ദേഹം തന്നെ തൻ്റെ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്, 2025 ഏകദേശം 60ഓളം പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ച് തീർത്തിട്ടുണ്ട്. ആ പുസ്തകങ്ങളുടെ ലിസ്റ്റ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. 60ഓളം പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ചയിൽ, ഒരു ചാനൽ ചർച്ചയിലോ മറ്റോ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ തെരഞ്ഞെടുപ്പിൻ്റേതായ ഒരുപാട് തിരക്കുകളായിരുന്നു, അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ ആ സന്ദർഭത്തിൽ പലതും വായിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു വിഷമത്തോടു കൂടി അദ്ദേഹം പറയുന്നത് പോലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല നേതാവിൻ്റെ സ്വഭാവമാണ് നല്ല വായനാശീലം എന്നുള്ളത്. ആ നിലക്ക് നമുക്ക് VD സതീശനെ പോലെയുള്ള ആളുകളാണ് ഇതേപോലെയുള്ള സ്ഥാനങ്ങളിൽ വരേണ്ടത് എന്ന് സ്വാഭാവികമായും നമുക്ക് പറയാം. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്കും ഒരു കേരളീയൻ എന്നുള്ള നിലക്കും വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായം, സ്വാഭാവികമായും UDF തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തോടുകൂടി വന്നതുകൊണ്ട് തന്നെ അവരിൽ നിന്നുള്ളൊരു മുഖ്യമന്ത്രിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ ഇതേപോലെയുള്ള വായനാശീലമുള്ള ആളുകളാണ് നേതൃത്വത്തിൽ വരുന്നതെങ്കിൽ അതിലൊരുപാട് ഗുണമുണ്ടാകും. അവിടെ എൻ്റെ ഉദ്ദേശം വായനാശീലം, വിദ്യാഭ്യാസം, കാര്യങ്ങളെ കൃത്യമായി പഠിച്ച് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സമകാലീന സാഹചര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് സമൂഹത്തെ നയിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അവതരിപ്പിക്കപ്പെട്ട അധ്യായം, ഖുർആനിലെ ആദ്യത്തെ ചാപ്റ്റർ എന്നുള്ള നിലക്കല്ല, ഏറ്റവും ആദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട അധ്യായം 96-ാം അധ്യായം. ഈ അധ്യായം ആരംഭിക്കുന്നത് പോലും ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിൻ്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമതായി അവതരിപ്പിക്കപ്പെട്ട ദിവ്യ സന്ദേശത്തിലെ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഒരു വലിയ ദൗത്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുകയാണ്. ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ, തൗഹീദിലേക്ക് ക്ഷണിക്കാൻ, ശുദ്ധമായ ഏകദൈവ ആരാധനയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി. അപ്പോൾ അത്രയും വലിയൊരു ദൗത്യം ഏൽപ്പിക്കപ്പെടുമ്പോൾ ആദ്യം തന്നെ പറയുന്ന കാര്യം അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കുക എന്നുള്ളതാണ്. അതേ അധ്യായത്തിൽ തന്നെ വീണ്ടും കാണാം, ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുദാരനായ നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എഴുത്തും വായനയും മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്, അവനെ സംസ്കാര സമ്പന്നനാക്കി തീർക്കുന്നത്, അവനെ യഥാർത്ഥ നേതാവാക്കി തീർക്കുന്നതൊക്കെ വായനയും പഠനവും അറിവും തന്നെയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
പറയാറുണ്ട്, തഫക്കഹു ഖബ്ല അൻ തുസവ്വദു, നിങ്ങളൊക്കെ നേതാക്കളാവുന്നതിന് മുമ്പ് അറിവ് നേടണമെന്നുള്ളതാണ്. അപ്പോൾ അറിവ് അതേത് മേഖലയിലാകട്ടെ, അത് മതരംഗത്താകട്ടെ, ഇനി ഭൗതിക രംഗത്താകട്ടെ, എവിടെയും അറിവിനാണ് മുൻതൂക്കം. അറിവുള്ളവർക്കാണ് കൃത്യമായി ജനങ്ങളെ നയിക്കാൻ സാധിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എഴുത്തിനും വായനക്കും, ധാരാളമായി വായിക്കുന്നതിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ തിളങ്ങിയ ആളുകളൊക്കെ വലിയ വായനക്കാരാണ്. വലിയ വലിയ തത്വചിന്തകന്മാരായ ആളുകൾ, സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകൾ, വലിയ വലിയ നേതാക്കളായിട്ട് വന്നിട്ടുള്ളവർ, വലിയ വലിയ ഭരണാധികാരികളായി തിളങ്ങിയ ആളുകളൊക്കെ അവരൊക്കെ പലപ്പോഴും നല്ല വായനക്കാരായിരുന്നു. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം, അതല്ലാത്ത മറ്റു പല കാരണങ്ങൾ കൊണ്ടും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നേതൃസ്ഥാനത്തേക്ക് വരുന്നു. സ്കൂളിൽ പോലും പോകാത്ത ആളുകൾ. അതിൻ്റെ അപകടം സമൂഹം, രാഷ്ട്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസമില്ലാത്ത നേതാക്കളല്ല, ഉൾക്കാഴ്ചയുള്ള, വായനാശീലമുള്ള, അറിവുള്ള നല്ല നേതാക്കളാണ് സമൂഹത്തിൽ കടന്നു വരേണ്ടത്. അത് ഭരണരംഗത്ത് മാത്രമല്ല, ഏത് രംഗത്തും വായിക്കുന്ന ആളുകൾ. വാരൻ ബഫറ്റ് എന്ന് പറയുന്ന US-ലെ ഒരു വലിയ ഇൻവെസ്റ്റർ, ലോകം കണ്ട ഒരു വലിയ ഇൻവെസ്റ്ററാണ്. അദ്ദേഹം ഒരു ദിവസം 500ഓളം പേജുകൾ വായിക്കാറുണ്ടെന്നാണ്. 500ഓളം പേജുകൾ. അതേപോലെ തന്നെ എലോൺ മസ്ക്, എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ചില നേട്ടങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഐ റീഡ് ബുക്സ് എന്നാണ്, ഞാൻ ബുക്കുകൾ വായിക്കുന്ന ഒരാളാണ് എന്നാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടറായ ബിൽ ഗേറ്റ്സ്, അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, അദ്ദേഹം പറയുന്നത്, വെദർ ഐ ആം അറ്റ് ദി ഓഫീസ്, അറ്റ് ഹോം ഓർ ഓൺ ദി റോഡ്, ഐ ഓൾവേസ് ഹാവ് എ സ്റ്റാക്ക് ഓഫ് ബുക്സ് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു റീഡിങ്. ഞാൻ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും റോട്ടിലാണെങ്കിലും ഒക്കെ വായിക്കാനുള്ള പുസ്തകങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ നോക്കാറുള്ളത്, ചിന്തിക്കാറുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, നമുക്ക് വേണ്ടത് ഗൗരവതരമായ വായനയാണ്. അതാണ്, എല്ലാ വായനക്കാർക്കും ലീഡേഴ്സ് ആവാൻ കഴിയില്ല. എന്നാൽ ലക്ഷണമൊത്ത ലീഡേഴ്സ് ഉണ്ടാവുന്നത് നല്ല വായനയിൽ നിന്നാണ്, ഗൗരവതരമായ വായനയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഗൗരവപ്പെട്ട വായന, സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ, നേതാക്കളായിട്ടുള്ള, ഭരണാധികാരികളായിട്ടുള്ള ആളുകളൊക്കെ വായിക്കേണ്ടത് പ്രധാനമായും ചരിത്രമാണ്. ചരിത്രത്തിൻ്റെ ഉത്ഥാന പതനങ്ങളെക്കുറിച്ച് അവർ പഠിക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, മനുഷ്യൻ ആദിമ തലമുറയിലെ മനുഷ്യനാണെങ്കിലും ഇന്നുള്ള മനുഷ്യനാണെങ്കിലും അവൻ്റെ പ്രകൃതിപരമായ അവൻ്റെ സ്വഭാവങ്ങളൊക്കെ അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. സ്നേഹം, ദേഷ്യം, വികാരം, അസൂയ, ആർത്തി, വെട്ടിപ്പിടിക്കാനുള്ള ത്വര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നും ഇന്നും ഒരുപോലെയാണ്. മാധ്യമങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കാം. ആധുനികമായ ടെക്നോളജികൾ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ സ്പീഡുള്ളതാക്കി. എന്നാൽ അതിനപ്പുറത്ത് മനുഷ്യൻ്റെ സ്വഭാവം എന്നുള്ളത് അന്നും ഇന്നും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളുകൾക്ക് വർത്തമാന കാലഘട്ടത്തെ ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കും. സാധാരണ പറയാറുണ്ട്, ദോസ് ഹൂ കനോട്ട് റിമെമ്പർ ഹിസ്റ്ററി ആർ ഡൂംഡ് ടു റിപ്പീറ്റ് ഇറ്റ്. ഹിസ്റ്ററി അറിയാത്തവൻ, അത് മറന്നു പോകുന്ന ആളുകൾക്ക് അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് അവർക്കുള്ളത് എന്നാണ്. കാരണം ആ ചരിത്രത്തിലെ അബദ്ധങ്ങൾ അവർ റിപ്പീറ്റ് ചെയ്യും. അവർ ചരിത്രം കൃത്യമായി പഠിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചത് മറന്നുപോയാൽ. കാരണം ചരിത്രം പഠിക്കുമ്പോൾ തലമുറകൾ എന്തുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു എന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയും. പല തലമുറകൾക്കും വലിയ ഉത്ഥാനമുണ്ടായത്, പുരോഗതി ഉണ്ടായത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഗൗരവതരമായ വായനകൾ വളരെയധികം ഉപകാരപ്പെടും. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, സത്യസന്ധമായ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. അവരുടെ കഥകളിൽ, അവരുടെ ചരിത്രത്തിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ വായനയിലൂടെ, ചരിത്ര വായനയിലൂടെ, ഗൗരവതരമായ വായനയിലൂടെ, സമൂഹത്തെ ഗൗരവതരമായി പഠിക്കുന്നതിലൂടെ ഉൾക്കാഴ്ചയുള്ള നേതാക്കളുണ്ടാകുന്നു. ഉൾക്കാഴ്ചയും വിദ്യാഭ്യാസവുമുള്ള നേതാക്കളുണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരു പരിധിവരെ നന്മയുണ്ടാകുന്നു. അത്തരമൊരു നന്മ നമ്മുടെ നാടിനും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.